നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഇരട്ടി നേട്ടം. URF മൾട്ടി ടാലന്റഡ് അവാർഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന്. കാസർഗോഡ് പൈവളികയിൽ കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വിട്ടയച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് വിധി. കുമ്പള കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങിപ്പാകമായ കാറ്റാടി മരങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എരിയാനിൽ സർവീസ് റോഡിന് താഴെയായതിനാൽ 15ഓളം കുടുംബങ്ങളും പള്ളിയും ഒറ്റപ്പെടൽ ഭീഷണിയിൽ. നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. KGOA ഏരിയ സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിച്ച് ഷാജു മുളവന. മഞ്ചേശ്വരത്ത് 45 ഏക്കർ സ്ഥലത്ത് പുതിയ കാർഷിക പരീക്ഷണങ്ങൾക്കായി തയ്യാറെടുപ്പ്. വാർത്തകൾ വിശദമായി. URF മൾട്ടി ടാലന്റഡ് അവാർഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന്. സ്വന്തം സ്പീഷീസ് ഇനങ്ങൾ പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഏറ്റെടുത്ത ജില്ലാ പഞ്ചായത്തിന് നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡിന് പിന്നാലെ മറ്റൊരു നേട്ടം കൂടി ലഭിച്ചത് ഇരട്ടി മധുരമായി. രാജ്യത്ത് ആദ്യമായി സ്വന്തം സ്പീഷീസ് ഇനങ്ങൾ പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഏറ്റെടുത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം സമ്മാനിച്ച നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡ് കൈമാറുന്ന ചടങ്ങ് കാസർഗോഡ് നടന്നിരുന്നു. ചടങ്ങിൽ URF പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ മൾട്ടി ടാലന്റഡ് അവാർഡിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തുവെന്ന് അറിയിച്ചത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ 21ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയും ആ കൂടെ തന്നെ പഠിച്ച് BEd എടുക്കുകയും PG എടുക്കുകയും ചെയ്തു. അതിനുശേഷം 2ാം തവണ വാർത്ത കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഏറ്റവും ബെസ്റ്റ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടുന്നു. നാഷണൽ ലെവലിൽ അത് കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു. ഈ സമയത്താണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ ഒരു കരട് രൂപം ഉണ്ടാക്കുകയും പിന്നെ ലിറ്ററസി കൗൺസിലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ഉണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ജൈവ വൈവിധ്യ മേഖലയിൽ നമ്മുടെ ജില്ല നന്നായി ഇടപെടുന്നുണ്ടെന്നും ജില്ലാ സ്പീഷീസ് ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു. സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സ്പീഷീസ് ഇനങ്ങളുടെ ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ ചെയ്ത് സംസാരിച്ചു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ റീജിയണൽ ഡയറക്ടർ പളനിച്ചാമി മുഖ്യാതിഥിയായിരുന്നു. നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങൽ ചടങ്ങിനോടനുബന്ധിച്ച് ജില്ലാ സ്പീഷീസ് കലണ്ടർ പ്രകാശനവും ജില്ലാ സ്പീഷീസ് സംരക്ഷണ വർക്ക്ഷോപ്പും നടന്നു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ, ബോർഡ് മെമ്പർമാരായ KV ഗോവിന്ദൻ, പ്രൊഫസർ PT ചന്ദ്രമോഹൻ എന്നിവർ ജില്ലാ സ്പീഷീസ് കലണ്ടർ പ്രകാശനവും വിഷയാവതരണവും നടത്തി. ജീവിവർഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി സ്വന്തം ഔദ്യോഗിക വൃക്ഷം, പൂവ്, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയാണ് കാസർഗോഡ്. കാഞ്ഞിരം ജില്ലാ വൃക്ഷമായും പെരിയ പോളത്താളി ജില്ലാ പുഷ്പമായും വെള്ളവയർ കടൽ കഴുകൻ അഥവാ വെള്ളവരയൻ കടൽപ്പരുന്ത് ജില്ലാ പക്ഷിയായും ഭീമനാമയെ ജില്ലാ മൃഗമായുമാണ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൈവളികയിൽ കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വിട്ടയച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് വിധി. 2020 ആഗസ്റ്റ് 3-നാണ് കേസിനാസ്പദമായ സംഭവം. പൈവളികയിലെ ഒരു കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വിട്ടയച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈവളികെ സുതമ്പള, രേവതി, വിട്ടല, ബാബു, സദാശിവ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സുതമ്പളയിലെ ഉദയനെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിട്ടയച്ചത്. കേസിന്റെ വിചാരണ വേളയിൽ പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്ന് തെളിയിക്കുന്ന ചികിത്സാ സംബന്ധമായ രേഖകൾ പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. ഉദയനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെ കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നു. തുടർ ചികിത്സയ്ക്കായി ഉദയനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശം നൽകി. പ്രതി ഈ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സംഭവം നടക്കുന്ന സമയത്ത് ആ പരിഗണന വെച്ച് കോടതി പ്രതിയെ വെറുതെ വിട്ടത് എന്ന് വെച്ചാൽ മെൻ്റൽ അസൈലത്തിലേക്ക് ആണ് വിട്ടിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പിന്നീട് അങ്ങോട്ടുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവിടുന്ന് ആ പ്രതിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ മെൻ്റൽ അസൈലത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതി ഉത്തരവ്
2020 ആഗസ്റ്റ് 3 വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ നടന്ന തർക്കത്തെ തുടർന്ന് ഉദയൻ 4 പേരെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഠിപ്പിച്ച സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ കണ്ട് കാസർഗോഡ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. കൊവ്വൽ AUP സ്കൂളിലാണ് MV ബാലകൃഷ്ണൻ വീണ്ടും എത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത്. അധ്യാപകനായ അദ്ദേഹം താൻ പഠിപ്പിച്ച സ്കൂളിലെത്തുവാൻ നേരം കണ്ടെത്തി. കൊവ്വൽ AUP സ്കൂളിലാണ് MV ബാലകൃഷ്ണൻ വീണ്ടും എത്തിയത്. ഈ സ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്നു MV ബാലകൃഷ്ണൻ. ഇവിടെ നിന്ന് സ്വയം വിരമിച്ചാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായത്. ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന മാഷ് തൻ്റെ പഴയ സ്കൂളിലെത്തുമ്പോൾ ഒപ്പം നടൻ കുഞ്ഞികൃഷ്ണനും ഉണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന അറിയില്ലേ, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് അറിയാം? ഏപ്രിൽ മാസത്തിൽ. അപ്പൊ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പില് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് ആരാണ്? ബാലകൃഷ്ണ മാഷാണ്. അപ്പൊ ബാലകൃഷ്ണ മാഷ് നിങ്ങളെ കാണാനും പാട്ടും തമാശയുമൊക്കെയായിരുന്നു വോട്ട് ചോദിക്കൽ. ഒന്നാം നാൾ ഉല്ലാസയാത്ര സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഓരോരുത്തരെയും കണ്ടുള്ള വോട്ടുപിടുത്തത്തിലാണ് MV ബാലകൃഷ്ണൻ. നിയമസഭാ മണ്ഡലങ്ങളിൽ പെട്ടെന്ന് തന്നെ 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കുവാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കയ്യൂരിലും ചീമേനി ടൗണിലുമൊക്കെ പ്രവർത്തകർ പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചാനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞാഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങിപ്പാകമായ കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളമായി രാത്രിയും പകലിലും കത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടിയമ്മ പ്ലാന്റേഷനിലെ മരങ്ങൾ കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ച. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിൽ കുമ്പള പഞ്ചായത്തിലെ കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞാഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങിപ്പാകമായ കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളം രാത്രിയിലും പകലിലും കത്തിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്തത്തിലും മഴക്കാലങ്ങളിൽ കടപുഴകിയും വീണ് നശിച്ചുകൊണ്ടിരുന്ന 100 കണക്കിന് മരങ്ങളാണ് ഇതിനോടകം ഇല്ലാതായത്. കുമ്പള ഷേടിക്കാവ് കഞ്ചിക്കട്ട ചുരുത്തെടുക്ക പൊതുമരാമത്ത് പാതയോട് ചേർന്നാണ് മരങ്ങൾ രാത്രിയിലും പകലിലും ഒരുപോലെ കത്തുന്നത്. 100 കണക്കിന് വീടുകളും സ്കൂൾ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് വർഷങ്ങളായി തീപിടുത്തമുണ്ടാകുന്നത്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കെടാതെ തീ കത്തുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. ആ കാട് വെട്ടിത്തെളിക്കാനുള്ള ഇല്ലാന്ന് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളത് അവിടുന്ന് മൊത്തത്തിൽ മുറിച്ച് മാറ്റിയിട്ട് ജനവാസ കേന്ദ്രം ആയതുകൊണ്ട് അടിക്കാടുകളും മറ്റു മരങ്ങളെല്ലാം മൊത്തത്തിൽ മുറിച്ച് മാറ്റി പുതിയ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ജനോപകാരപ്രദമാകുന്ന രീതിയിൽ കാട്ടുപന്നികളെ ശല്യമോ മറ്റു മൃഗങ്ങളൊന്നോ വന്ന് കൂടാത്ത രീതിയിൽ ജനങ്ങൾ മറ്റ് സംഘടനകളോ പരിപാലിച്ചു പോരുന്ന രീതിയിൽ, പിന്നെ പൊതുജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ഫോറസ്റ്റിനെ നല്ല മരങ്ങൾ പുതുതായി വെച്ച് പിടിപ്പിച്ച് ഈ ബുദ്ധിമുട്ടുകൾ കാട്ടുപന്നി ശല്യവും മറ്റു മൃഗങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ നടത്താനുള്ളത് സർക്കാരിനോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും. പാകമായതും ഉണങ്ങിയതുമായ മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടിയില്ലാത്തതാണ് തുടർച്ചയായി തീപിടുത്തത്തിന് കാരണമാകുന്നത്. അഗ്നിരക്ഷാസേന ഇടയ്ക്കിടെ വന്ന് തീയണക്കുന്നുണ്ടെങ്കിലും പിന്നീട് തീ പടരുന്നതായാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. എരിയാലിൽ സർവീസ് റോഡിന് താഴെയായതിനാൽ 15ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടൽ ഭീഷണിയിൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത് റോഡിന്റെ ഉയരം കൂട്ടുന്നതാണ് സമീപ പ്രദേശം താഴ്ചയിലാകുവാൻ കാരണം. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എരിയാൽ പാലത്തിനടുത്ത് സർവീസ് റോഡ് പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതിനെ തുടർന്ന് റോഡിന് ഉയരം കൂടുന്നത് കാരണം സമീപ പ്രദേശവും പള്ളിയും ഒറ്റപ്പെടൽ ഭീഷണിയിൽ. പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളും പള്ളിയുമാണ് ദുരിതത്തിലാകുക. റോഡിന്റെ ഉയരം കാരണം വീട്ടിലേക്ക് ഇറങ്ങുവാനും കയറുവാനും പ്രദേശവാസികൾ നന്നെ പ്രയാസപ്പെടേണ്ടി വരും. ദേശീയപാത വികസനത്തിനായി ഭൂമിയും പള്ളിയും വിട്ടു നൽകി പുതുതായി നിർമ്മിച്ചതാണ് ഈ പള്ളി.
റോഡ് ഉയരുന്നതിനാൽ പള്ളി കുഴിയിലാകും. ഇത് നിസ്കാരത്തിനെത്തുന്ന വിശ്വാസികളെ പ്രയാസത്തിലാക്കും. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുവാനും ഇത് പള്ളിക്കകത്ത് പ്രവേശിക്കുവാനും സാധ്യതയുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് മക്ബറയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദേശീയപാതയ്ക്കിരുവശവുമായി നിർമ്മിക്കുന്ന സർവീസ് റോഡുകൾ പ്രദേശവാസികൾക്ക് തടസ്സമാകാത്ത രീതിയിലാണ് നിർമ്മിക്കാറുള്ളതെന്നും എന്നാൽ ഇവിടെ മാത്രം 1.5 മീറ്ററോളം ഉയരത്തിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ വലിയൊരു മതിൽ പണിയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മതിൽ വന്നതോടുകൂടി പള്ളിയിലേക്ക് ആരാധകർക്ക് വരാൻ വരാത്ത ഒരവസ്ഥയാണ്. ദിവസേന നൂറുകണക്കിന് ഭക്തന്മാർ ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. അവരൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മതിലിൻ്റെ ഉയരം കുറച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കും അതുപോലെ പ്രദേശവാസികൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണമെന്നാണ് ഞങ്ങൾക്ക് ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ നേരെ ഓപ്പോസിറ്റ് അവിടെ ഹൈറ്റ് ഒന്നുമില്ല. ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ഉയരം കൂട്ടി ഇവർ വീതി പണിയാൻ മുന്നോട്ട് ഇറങ്ങുക. അത് എത്രയും പെട്ടെന്ന് ഹൈറ്റ് കുറച്ചുകൊണ്ട് പള്ളിയിലേക്ക് വിശ്വാസികൾക്കും നാട്ടുകാർക്കും പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാകണമെന്നാണ് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങളുള്ള മറ്റു സ്ഥലങ്ങളിൽ സർവീസ് റോഡ് താഴ്ത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇവിടെ മാത്രം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ റോഡ് ഉയർത്തി നിർമ്മിച്ചത് പ്രതിഷേധാർഹമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സർവീസ് റോഡ് താഴ്ത്തി ജനങ്ങൾക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്ന് കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ KB കുഞ്ഞാമു ഹാജി, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KB അബൂബക്കർ, മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റാഫി എരിയാൽ, മുനീർ KB, റിയാസ് എരിയാൽ, കുഞ്ഞാലി എരിയാൽ, ഹുസൈൻ പോസ്റ്റ് എന്നിവർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധികൃതർ ഇടപെടാൻ വൈകുന്നത് പ്രതിഷേധാർഹമാണെന്നും പരാതിക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും 10ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കെൽ EMLന് സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 77 കോടി രൂപ പാക്കേജിൽ ഇതോടെ സ്ഥാപനത്തിന് 28 കോടി രൂപ ലഭിച്ചു. പ്രവർത്തന മൂലധനമില്ലാത്തതിനാൽ ആവശ്യമായ ഉൽപാദനം നടത്താൻ കഴിയാത്ത മൊഗ്രാൽപുത്തൂർ ബദ്രഡിക്കയിലെ കെൽ EMLന് സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 77 കോടി രൂപ പാക്കേജിൽ ഇതോടെ 28 കോടി രൂപ ലഭിച്ചു. എന്നാൽ ഇത്തവണ ലഭിച്ച 1 കോടി രൂപ വിനിയോഗിക്കുന്നതിന് മാനദണ്ഡം കർശനമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം 1 ലക്ഷം രൂപ മാത്രമേ ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ അനുവാദമുള്ളൂ. ശമ്പളം കൊടുക്കുന്നതിന് ഇത് ബാധകമല്ല. ഇപ്പോൾ അനുവദിച്ച 1 കോടിയിൽ നിന്ന് 1 മാസത്തെ ശമ്പളം 28 ലക്ഷം രൂപ നൽകി. നാളെ കൂടി കഴിയുന്നതോടെ ഇനി 2 മാസത്തെ ശമ്പളം കുടിശ്ശികയാകും. റെയിൽവേക്ക് സാമഗ്രികൾ നൽകിയ വകയിൽ 85 ലക്ഷം രൂപയും കെൽ EMLന് കിട്ടിയിട്ടുണ്ട്. US കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കിയ മെഷീൻ കടൽ കടന്നു. US കമ്പനിയിൽ നിന്ന് മെഷീൻ ഓർഡർ ഇനിയും കിട്ടിയാൽ വരുമാനം കൂടാൻ വഴിയൊരുങ്ങും. വിരമിച്ച ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, PF, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ഇനത്തിൽ ബാധ്യത തീർക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KGOA ഏരിയ സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ തകർക്കുന്നതിന് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധം പിൻവലിച്ച് അർഹമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV ഷിജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1990-കളിലാണ് നമ്മളുടെ ലോകത്ത് ഈ ആഗോളവൽക്കരണം ഏറ്റവും കൂടുതലായിട്ട് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അന്ന് ഈ ആഗോളവൽക്കരണ നയങ്ങൾ ലോകത്ത് വരുമ്പോൾ തന്നെ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളിലാണ്. MP സുധീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി, സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. MK വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി K നാഗേഷിനെ പ്രസിഡന്റായും, KP ഭാരതി, K നന്ദഗോപാല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, M രാജീവനെ സെക്രട്ടറിയായും, MK വിനോദ് കുമാർ, ചന്ദന ദിനകർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KV സുരേന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ദേശീയപാത റോഡ് മുറിച്ചു കടക്കാൻ സുരക്ഷിതമായ സംവിധാനമൊരുക്കണമെന്ന ആവശ്യം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സൂചനാ പ്രതിഷേധം നടത്തി. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കാത്ത അശാസ്ത്രീയ പ്രവൃത്തിയാണെന്നാരോപിച്ച് നാട്ടുകാർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരയുടെ നേതൃത്വത്തിൽ സൂചനാ പ്രതിഷേധം നടത്തി. ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങി നൂറുകണക്കിന് പേർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയം പാസാക്കുമെന്നും ബന്ധപ്പെട്ടവർക്ക് നിവേദനം അയക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരുന്നു. റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കാതെ കരാർ കമ്പനിക്കാർ ബാരിക്കേഡ് വെച്ച് നിലവിൽ യാത്രക്കാർ മുറിച്ചു കടക്കുന്ന റോഡിൻ്റെ ഭാഗം അടക്കുവാൻ വന്നപ്പോൾ നാട്ടുകാരും നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇതിനെതിരെ മിന്നൽ സമരം നടത്തിയിരുന്നു. ദേശീയപാത റോഡ് മുറിച്ചു കടക്കുവാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം നടപ്പാക്കാത്തതിനെ തുടർന്ന് ഇവിടെ പ്രതിഷേധം ശക്തമാണ്. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഷാജു മുളവന. മഞ്ചേശ്വരത്ത് 45 ഏക്കർ സ്ഥലത്ത് പുതിയ കാർഷിക പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇദ്ദേഹം. പുതിയ കാലത്ത് കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യമാണ് ഷാജു മുളവനയുടെ കൃഷി പ്രവർത്തനങ്ങൾക്കുള്ളത്. വേണ്ടത്ര ആദായമില്ലെന്ന് പറഞ്ഞ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുമ്പോൾ പുതിയ തരം കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഷാജു മുളവന എന്ന കർഷകൻ പുതിയ കാലത്ത് കൃഷിയുടെ നല്ല പാഠങ്ങൾ കൂടി പകർന്നു നൽകുന്നു. അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കാനെത്തിയ ഷാജു മുളവന മഞ്ചേശ്വരം മൊർത്തണ പാവൂർ റോഡിൽ നിന്നും അല്പം മാറി 43 ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ ആലക്കോട് സ്വദേശി ഷാജു മുളവന അമേരിക്കയിലെ ജോലി മതിയാക്കി കർണാടക ബെൽത്തങ്ങാടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി കൃഷി ആരംഭിച്ചു. വർഷങ്ങളോളം അവിടെ കൃഷിയുമായി ജീവിച്ച അദ്ദേഹം മൊർത്തനയിൽ 40 ഏക്കർ വാങ്ങി കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. ഷാജു മുളവനയുടെ മൊർത്തനയിലെ കൃഷിയിടത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന പഴവർഗ്ഗങ്ങൾ വരെയുണ്ട്. റബ്ബറും റംബൂട്ടാനും പപ്പായയുമാണ് പ്രധാന ഇനങ്ങൾ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിലാണ് ഷാജുവിൻ്റെ തോട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ കായ്ച്ചു നിൽക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ ആദ്യം റബ്ബറാണ് ഫുള്ളായിട്ട് കൃഷി ചെയ്തത്. റബ്ബറിൽ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ വിലക്കുറവും പിന്നെ കൂലി വർധനവുമൊക്കെ ആയിട്ട് അത് വർക്കൗട്ടാകാത്തതുകൊണ്ട് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു 10 ഏക്കർ റബ്ബർ കട്ട് ചെയ്തിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തു. അതിൻ്റെ കൂടെ പപ്പായും കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പായി നോക്കിയപ്പം നല്ല ആദായകരമാണ്. ഇവിടെ നല്ലപോലെ പപ്പായി നല്ലപോലെ പിടിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്കും ഞങ്ങൾക്കും പണ്ട് പോലെ സ്ഥലങ്ങളായിരുന്നു ഫാമിലിയായിട്ട് ഫാദറിൻ്റെ മുമ്പ് തൊട്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഇവിടെ വീട് വെച്ച് താമസിക്കാനും ഇവിടെ കൃഷിയായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, അപ്പം കൃഷിയായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഏറെ കൗതുകം പകരുന്നത് 4 ഏക്കറോളം സ്ഥലത്തെ പപ്പായ കൃഷിയാണ്. 2.5 അടി ഉയരത്തിലുള്ള പപ്പായ ചെടിയിൽ ഇടതൂർന്ന പപ്പായ കായ്ച്ചു നിൽക്കുന്നതാണ് ഏറെ കൗതുകം പകരുന്നത്. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇത്. 16 ഏക്കറിൽ റംബൂട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും നോണി ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാനും നോണി ഫ്രൂട്ട്സിന് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. കൃഷിയിടവും കായ്ച്ചു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. 1000-ഓളം പപ്പായ തൈകൾ ഷാജു മുളവനയുടെ കൃഷിയിടത്തിലുണ്ട്. രാസവളങ്ങൾ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കുന്നില്ല. കടലപ്പിണ്ണാക്കും ചാണകവും മാത്രമാണ് വളമായി ചേർക്കുന്നത്. വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ആവശ്യക്കാരെങ്കിലും മൊത്ത വിതരണക്കാർ ഷാജുവിൻ്റെ തോട്ടത്തിൽ വന്ന് നേരിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൃഷിയിൽ ഒട്ടനവധി നൂതന ആശയങ്ങളുണ്ട്. പക്ഷേ സർക്കാരിൻ്റെയോ കാർഷിക വകുപ്പിൻ്റെയോ പിന്തുണയും പ്രോത്സാഹനം മാത്രം കിട്ടുന്നില്ല. മസ്കറ്റിൽ സ്വന്തമായി ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭാര്യ ഉഷ കട്ടയ്ക്ക് കൂടെയുണ്ട്. മക്കൾ ഷാരോൺ, ഷാർലിറ്റ്, സോളമൻ. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കാസർഗോഡ് വിവേകാനന്ദ നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബമേളയും വാർഷിക പൊതുയോഗവും നടന്നു. കുടുംബമേളയുടെ ഭാഗമായി വിവിധ കായിക വിനോദ പരിപാടികൾ നടന്നു. കാസർഗോഡ് വിവേകാനന്ദ നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ കലാകായിക പരിപാടികളോടെ കുടുംബമേളയായി സംഘടിപ്പിച്ചു. വോളിബോൾ മത്സരം, പെൻസിൽ ഡ്രോയിങ്, ക്വിസ് മത്സരം, പാട്ട് മത്സരം, കമ്പവലി, മ്യൂസിക്കൽ ചെയർ, മറ്റ് വിനോദ പരിപാടികൾ എന്നിവ നടന്നു. കലാകായിക പരിപാടികൾക്ക് പുറമെ അസോസിയേഷൻ കുടുംബാംഗങ്ങളിലെ മുതിർന്നവരെ ആദരിച്ചു.
ഇതോടൊപ്പം പൊതുയോഗം, 2024 വർഷത്തേക്കുള്ള കമ്മിറ്റി രൂപീകരണം എന്നിവ നടന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. ഗുരുദത്ത്, മഹേഷ് ഭട്ട്, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കെ സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിമൻ ഇന്ത്യ മൂവ്മെന്റ് നടത്തിവന്ന സംസ്ഥാനതല ക്യാമ്പയിന്റെ സമാപന സമ്മേളനവും റാലിയും 29-ന് മഞ്ചേശ്വരത്ത് നടക്കും. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം നസ്രിയ ബല്ലാരെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീധനം, ലഹരി വ്യാപനം, കുട്ടികൾക്കെതിരായ അതിക്രമം, സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി വിമൻ ഇന്ത്യ മൂവ്മെന്റ് നടത്തിവന്ന സംസ്ഥാനതല ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനവും റാലിയും 29-ന് മഞ്ചേശ്വരത്ത് നടക്കും. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം നസ്രിയ ബല്ലാരെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 1-ന് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും സെമിനാറുകൾ, ടേബിൾ ടോക്കുകൾ, സ്ട്രീറ്റ് വാൾ, പകൽനാളം, പോസ്റ്റർ പ്രചാരണം, ലഘുലേഖ വിതരണം, ഗൃഹസമ്പർക്കം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. അതിൻ്റെ സമാപനമാണ് ഈ വരുന്ന 29-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരം ഉപ്പളയിൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട വിമൻ ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാറിൻ്റെ അധ്യക്ഷതയിൽ വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കർണാടക നസ്രിയ ബല്ലേരിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന ട്രഷറർ മഞ്ജുഷ മാവിലാടം, സംസ്ഥാന സമിതി അംഗം കമറുൽ ഹസീന, ജില്ലാ പ്രസിഡന്റ് നജ്മ റഷീദ്, ജനറൽ സെക്രട്ടറി ആയിഷത്ത് സഫ്ര ബീവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ 32ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ ബ്ലോക്ക് 32ാമത് വാർഷിക ജനറൽ ബോഡി യോഗം കറന്തക്കാട് KSSPU പെൻഷൻ ഭവനിൽ നടന്നു. ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് AK നായർ പതാക ഉയർത്തിയതോടെയാണ് വാർഷിക ജനറൽ ബോഡി യോഗത്തിന് തുടക്കമായത്. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലങ്ങളിലൊന്നും പെൻഷൻ പരിഷ്കരണം ഉണ്ടായില്ല. 78-ലാണ് ആദ്യമായി പെൻഷൻ പരിഷ്കരിച്ചത്. അന്ന് പെൻഷൻ ക്ഷാമാശ്വാസം ഉൾപ്പെടെ ഒരു പെൻഷൻകാരന് 100 രൂപയായിരുന്നു കിട്ടിയിരുന്നത്. 78-ൽ 100 രൂപ കിട്ടിയ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലുമുള്ള പരിഷ്കരണങ്ങൾ നിമിത്തം ഇന്ന് ആ 100 രൂപയാണ് 11,500 രൂപയായി എത്തിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഈ പരിഷ്കരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വർധനവ് കിട്ടിയത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ ആശംസാ പ്രസംഗം നടത്തി. വാർഷിക റിപ്പോർട്ട് ബ്ലോക്ക് സെക്രട്ടറി MC ശേഖരൻ നമ്പ്യാരും വരവ് ചെലവ് കണക്ക് V കുമാരനും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PM ഇബ്രാഹിമും പ്രമേയങ്ങൾ DK മാധവനും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി AK നായരെയും വൈസ് പ്രസിഡന്റുമാരായി നാരായണൻ പേരിയ, S വാസന്തി, KP രവീന്ദ്രൻ നായർ എന്നിവരെ തെരഞ്ഞെടുത്തു. MC ശേഖരൻ നമ്പ്യാരാണ് സെക്രട്ടറി. DK മാധവൻ, PM ഇബ്രാഹിം, ഉമേഷ് ഷെട്ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. V കുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് AK നായർ അധ്യക്ഷത വഹിച്ചു. നാരായണൻ പേരിയ സ്വാഗതവും S വാസന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമുറൂസിന് തുടക്കമായി. ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തിയതോടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മഖാമുറൂസിന് തുടക്കമായി. മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമുറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തിയതോടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മഖാമുറൂസിന് തുടക്കമായി. ഉറൂസിന്റെ ഭാഗമായി നടന്ന സൗഹാർദ്ദ സമ്മേളനം കുമ്പള SI ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യങ്ങള് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്നും അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലത്ത് ആവശ്യമാണ്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇത്തരം നല്ല കാര്യങ്ങൾ മതസൗഹാർദ്ദമായാലും മാനുഷിക സൗഹാർദ്ദമായാലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ട ആവശ്യകതയുണ്ട്.
കാരണം നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ അയൽവാസി, നമ്മുടെ അയൽ വീട്ടിലെ ആള്, ആ അയൽ വീട്ടിലെ ആളെ സഹായിക്കാൻ തൊട്ടടുത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക. തൊട്ടടുത്തുള്ള ശത്രുവായിരിക്കാം, അകലെയുള്ള മിത്രത്തെക്കാള് തൊട്ടടുത്തുള്ള ശത്രുവാണ് മനുഷ്യർ ഉപകരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സെയ്ദ് യാസിൻ ഉബൈദുള്ള തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല, ചീരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ അമ്പാർ, ബാലകൃഷ്ണ ചെറുകോളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഗ്നിരക്ഷാ സേനയിൽ നിന്ന് വിരമിക്കുന്ന തൃക്കരിപ്പൂർ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം പ്രേമന് റിക്രിയേഷൻ ക്ലബ് നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അഗ്നിസുരക്ഷാ വിഭാഗത്തിൽ നിന്നും 1/4 നൂറ്റാണ്ടുകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന തൃക്കരിപ്പൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം പ്രേമൻ മന്നന് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ നിലയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KM ശ്രീനാഥൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ R രഞ്ജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ഫയർ ഓഫീസർ B രാജ്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ N കുര്യാക്കോസ്, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ, കാസർഗോഡ് സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശ് കുമാർ, ഉപ്പള സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, കുറ്റിക്കോൽ സ്റ്റേഷൻ ഓഫീസർ ഷാജി ജോസഫ്, പയ്യന്നൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, പെരിങ്ങോം ഫയർ ഓഫീസർ PV അശോകൻ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P ഭാസ്കരൻ, മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസർ M ധനേഷ്, K രമേശൻ, KNC ഇബ്രാഹിം, റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഗണേശൻ കിണറ്റിൻകരയിൽ എന്നിവർ സംസാരിച്ചു. ഗുരുപൂജ അവാർഡ് നേടിയ കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ MV കുഞ്ഞികൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. യാത്രയയപ്പിന് M പ്രേമൻ മന്നൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഇരട്ടി നേട്ടം. URF മൾട്ടി ടാലന്റഡ് അവാർഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന്. കാസർഗോഡ് പൈവിളികയിൽ കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വിട്ടയച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് വിധി. കുമ്പള കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങിപ്പാകമായ കാറ്റാടി മരങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എരിയാലിൽ സർവീസ് റോഡിന് താഴെയായതിനാൽ 15ഓളം കുടുംബങ്ങളും പള്ളിയും ഒറ്റപ്പെടൽ ഭീഷണിയിൽ. നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. KGOA ഏരിയ സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിച്ച് ഷാജു മുളവന. മഞ്ചേശ്വരത്ത് 45 ഏക്കർ സ്ഥലത്ത് പുതിയ കാർഷിക പരീക്ഷണങ്ങൾക്കായി തയ്യാറെടുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.